السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله. സഹോദരങ്ങളെ, അൽഹിദ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം സമസ്ത അശായിറത്തിൻ്റെ അശ്അരി അഖീദയെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. 3 അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ മൂന്നാമതായി പറഞ്ഞത് ബുദ്ധിയോട് യോജിക്കുന്നതിന് വേണ്ടി പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുക എന്നതാണ് അവരുടെ നിലപാട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ഇമാം റാസിയുടെ തഫ്സീർ റാസിയാണ്. ഈ റാസിയിൽ നിന്ന് ഞാൻ ഒരൽപ്പം ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. വനർജു ഇലാ അത്വരീഖിൽ ഹഖീഖി, യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ മടങ്ങാം. ഫനഖൂലു, അപ്പോൾ നമ്മൾ പറയും, ലാ ശക്ക അന്ന ലഫ്ളൽ ഖബ്ദത്തി വൽ യമീനി മുശ്ഇറുൻ ബിഹാദിഹിൽ അഅളാഇ വൽ ജവാരിഹ്. അതായത് സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി വൽ അർളു ജമീഅൻ ഖബ്ദത്തുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഭൂമി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിൻ്റെ പിടുത്തത്തിലാണ്. ആകാശങ്ങൾ അല്ലാഹുവിൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും എന്നിങ്ങനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് റാസി പറയുന്നു, യഥാർത്ഥ വഴിയിലേക്ക് നമ്മൾ പോയാൽ ഈ ഖബദത്ത്, യമീൻ എന്ന് പറയുന്ന പദങ്ങളൊക്കെ മുശ്ഇറുൻ ബിഹാദിഹിൽ അഅളാഇ വൽ ജവാരിഹ്, ഇതൊക്കെ അവയവങ്ങൾ എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഇത് അല്ലാഹുവിന് അവയവങ്ങളുണ്ട് എന്നാണല്ലോ നേർക്ക് നേരെ പറഞ്ഞത്. പക്ഷേ ഇല്ല അന്ന ദലായിലുൽ അഖലിയ്യത ഖാമത്ത് അലിംതിനായി സുബൂത്തുൽ അഅളാഇ വൽ ജവാരിഹി ലില്ലാഹി തആല. അല്ലാഹുവിന് അവയവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ബുദ്ധി പറയുന്നുണ്ട്. അഖലിയായ തെളിവുകൾ, ബുദ്ധിപരമായ തെളിവുകൾ അല്ലാഹുവിന് അവയവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ പിന്നെ ചെയ്യാം? പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കല്ല നിർവാഹമില്ല. ഫവജബ ഹംലു ഹാദിഹിൽ അഅളാഇ അലാ വുജൂഹിൽ മജാസ്. ഈ പറഞ്ഞ ഖബദത്തിനെയും യമീനിനെയും ഒക്കെ ആലങ്കാരിക പ്രയോഗത്തിൻ്റെ പേരിൽ അതിനെ ചുമത്തണം. ഫനഖൂലു, നമ്മൾ പറയും, ഇന്നഹു യുഖാലു ഫുലാനുൻ ഫി ഖബദത്തി ഫുലാൻ, ഒരാൾ മറ്റൊരുത്തൻ്റെ ഖബദത്തിലാണെന്ന് പറയാറുണ്ട്. ഇദാ കാന തഹ്ത തദ്ബീരിഹി വ തസ്ഖീരിഹി, അവൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ. ഖാല തആല ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും അൽ മുഅ്മിനൂന ആർ വൽ മുറാദു മിന്നു കൗനുഹു മംലൂകൻ ലഹു. മലക്കത്ത് ഐമാനുഹു എന്ന് പറഞ്ഞാൽ അവരുടെ വലങ്കൈ ഉടമയാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ മിൽക്കിലാണ് എന്ന അർത്ഥത്തിന്. യുഖാൽ പറയപ്പെടും, ഹാദിഹി ദാറു ഫി യദി ഫുലാൻ, ഈ വീട് ഇന്ന മനുഷ്യൻ്റെ കയ്യിലാന്ന് പറയലുണ്ട്. ഫുലാനു സാഹിബുദ്ദാർ എന്ന് പറയാറുണ്ട്. വൽ മുറാദു മിനൽ കുല്ലി അൽ ഖുദ്റത്തു, ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം ഖുദ്റത്ത്, കഴിവ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ കൈ എന്ന അവയവം എന്നല്ല എന്നതാണ് സമസ്ത നിലപാട്, അശായിറത്തിൻ്റെ നിലപാടെന്ന് റാസി പറയാം. ഇനി കേട്ടോളി. വഇദാ സബത തഅദ്ദുറു ഹംലി ഹാദിഹിൽ അൽഫാദി അലാ ഹഖായിഖിഹാ, ഖബദത്ത് എന്ന് പറഞ്ഞാലും യമീൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിന് അത് പറയാൻ പറ്റാതെ വന്നാൽ വജബ ഹംലുഹ അലാ മജാസാതിഹ, അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേരിൽ അതിനെ ചുമത്തൽ, അല്ലെങ്കിൽ ആലങ്കാരിക പ്രയോഗത്തിൻ്റെ മേൽ ചുമത്തൽ നിർബന്ധം. എന്തിനാണ് അങ്ങനെ ചുമത്തുന്നത്? സൗനൽ ലിഹാദിഹിൻ നുസൂസി അനി തഅതീൽ, ഈ നസ്സുകളെ താഴ്ത്തിയിൽ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥ അർത്ഥം പറയാൻ പാടില്ല. പിന്നെ അർത്ഥം പറയാഞ്ഞാലും പറ്റില്ലല്ലോ, എന്തെങ്കിലും അർത്ഥം പറയണ്ടേ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആലങ്കാരിക പ്രയോഗം എന്ന് വെക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹാദാ ഹുവൽ കലാമുൽ ഹഖീഖിയ്യു ഫീ ഹാദൽ ബാബ്,
ഈ ബാബിൽ അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഈ ബാബിൽ യഥാർത്ഥമായി നമുക്ക് പറയാനുള്ളതാണ്. അപ്പോൾ അശാഇറത്തിൻ്റെ നിലപാട് സമത്വയുടെ നിലപാടാണ് ഇപ്പോൾ റാസി തഫ്സീറിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അംഗങ്ങളെയും അവയവങ്ങളെയും തോന്നിപ്പിക്കുന്നത് വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥ അർത്ഥത്തിന് പറയാൻ ബുദ്ധി സമ്മതിക്കൂല. അപ്പം പിന്നെ അതിനെ വ്യാഖ്യാനിക്കണം. അതാണ് ഈ ബാബിൽ നമുക്ക് പറയാനുള്ളത് എന്നാണ് റാസി പറഞ്ഞിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്നാമത്തെ അസർ. ഒന്നാമത്തത് തഖ്ദീമുൽ അഖൽ അലൻ നഖൽ. ഇവിടെ ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആനിനേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നു. പ്രമാണം ബുദ്ധിയോട് യോജിക്കുന്നതിന് വേണ്ടി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇതാണ് റാസി പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് അശ്അരിയത്തിൻ്റെ നിലപാടാണ്. ഈ അശ്അരിയത്ത് എന്ന് പറഞ്ഞാൽ എന്നാൽ ഉണ്ടായതറിയോ? ഈ അശ്അരിയാക്കൾ ഉടലെടുത്തത് ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ്. അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് 260-ലാണ്. 40 കൊല്ലം അദ്ദേഹം വളർത്തു പിതാവായിട്ടുള്ള അബു അലിയുൽ ജുബായിയുടെ കൂടെ മുഅ്തസിലത്ത് പഠിച്ച് മുഅ്തസിലത്തിൽ വലിയൊരു പണ്ഡിതനായിരുന്നു. പിന്നെ വളർത്തു പിതാവുമായിട്ട് തെറ്റി, ആദർശപരമായി തെറ്റുണ്ടായി സംവാദങ്ങൾ നടന്നു. അദ്ദേഹം മുഅ്തസിലത്ത് വിട്ടുപോയി. അങ്ങനെ ഇബ്നുൽ കുല്ലാബിന്റെ കുല്ലാബിയത്തിലേക്ക് പോയി. ഇദ്ദേഹത്തിന്റെ ആഗമനത്തോടുകൂടെ കുല്ലാബിയത്ത് അശ്അരിയത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പൊ സ്വാഭാവികമാണ്, മുഅ്തസിലത്തിലും ചിലതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും മുഅ്തസിലത്തിന് ചില വിശ്വാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഉറപ്പാണല്ലോ. ഇദ്ദേഹം ജനിക്കുന്നതിൻ്റെ മുമ്പ് 223 ജനിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ അഇമ്മത്ത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഈ അശ്അരി ഇമാം ജനിക്കുന്നതിൻ്റെ മുമ്പ്, അശാഇറത്തുണ്ടാകുന്നതിന് മുമ്പ് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ റാസി തഫ്സീർ റാസിയിൽ തന്നെ പറയുന്നുണ്ട്. ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് റാസി പറയുന്ന വാക്ക് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഇബ്നു ഖുസൈമയുടെ നിലപാട് റാസി പറയുന്നത് കേൾക്കാം. ഇതിൻ്റെ ഈ സൂറത്ത് ഷൂറയുടെ വ്യാഖ്യാനത്തിലാണ് പറയുന്നത്. വയലം നീ അറിയണം, അന്ന മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഖുസൈമ ഔറദ ഇസ്തിദ്ലാല അസ്ഹാബിനാ ബിഹാദിഹിൽ ആയാതി ഫിൽ കിതാബില്ലദീ സമ്മാഹു ബിത്തൗഹീദ്. കിതാബ് തൗഹീദ് എന്ന് ഇബ്നു ഖുസൈമ പേര് വെച്ച അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ ദലീലുള്ള അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. വഹുവ ഫിൽ ഹഖീഖത്തി കിതാബ് ശിർക്ക്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുള്ള കിതാബ് തൗഹീദ് എന്ന കിതാബിനെ റാസി പരിചയപ്പെടുന്ന കിതാബ് ശിർക്ക് എന്നാണ്. അത് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ ബാക്കി പറയട്ടെ. ഇബ്നു ഖുസൈമ പറയാ, നഹ്നു നുസ്ബിത്തു ലില്ലാഹി വജ്ഹൻ. അല്ലാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് നമ്മൾ പറയും. വനഖൂലു, നമ്മൾ പറയും, ഇന്നലി വജ്ഹി റബ്ബിനാ മിനൻ നൂരി വൽ ദിയാഹി വൽ ബഹായി മാ ലൗ കുശിഫ ഹിജാബുഹു ലഹ്തറഖത് സബഹാതു വജ്ഹിഹി കുല്ല ഷൈഇൻ അദ്റകഹു ബസറുഹു. അല്ലാഹുവിൻ്റെ വജ്ഹ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രകാശം എവിടെയെല്ലാം എത്തുന്നു അതെല്ലാം കരിഞ്ഞു പോകുന്ന. എന്നിട്ട് ഇബ്നു ഖുസൈമ പറയുന്നു, വലൗ കാന മുജറദ് സിഫാത്തിൽ വജ്ഹിലില്ല, അല്ലാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് കേവലം പറഞ്ഞാൽ യഖ്തദി തശ്ബീഹ, അത് സൃഷ്ടികളോട് സാദൃശ്യമാക്കൽ വരുമെങ്കിൽ ലകാന മൻ കാന, പറഞ്ഞവനാവണ്ടേ, ഇന്നലി ബനിയാദമ വജൂഹൻ, മനുഷ്യന് മുഖമുണ്ട്, വലിൽ ഖനാസീരി വൽ ഖിറദത്തി വൽ കിലാബി വജൂഹൻ, നായകൾക്കും പന്നികൾക്കും കൊരന്മാർക്കും മുഖമുണ്ട് എന്ന് പറഞ്ഞവനാവണ്ടേ, ലകാന ഖദ് ശബ്ബഹ വജൂഹ ബനി ആദം ബി വജൂഹിൽ ഖനാസീരി വൽ ഖിറദത്തി വൽ കിലാബ്. മനുഷ്യന്റെ മുഖമുണ്ട്, നായകൾക്കും പന്നികളും കുരങ്ങനൊക്കെ മുഖമുണ്ടെന്ന് പറഞ്ഞ ആള് മനുഷ്യന്റെ മുഖം നായയുടെ മുഖത്തോടും പന്നിയുടെ മുഖത്തോടും തുല്യമാക്കി എന്ന് പറയണ്ടേ? അങ്ങനെ ആരും പറയോ? അപ്പോൾ അള്ളാഹുവിന് വജുഹുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ വജുഹ് പോലെ ആകണമെന്നില്ല എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് ഈ അബുൽ ഹസൻ അശ്അരി ഇമാമു ജനിക്കുന്നതിൻ്റെ മുമ്പ് ജീവിച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റാസി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആക്ഷേപിക്കുന്നുണ്ട്.
റാസി അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നൊരു ഭാഗം വായിച്ചതാ. വാക്കൂലു, ഞാൻ പറയുന്നു, ഹാദൽ മിസ്കീനുൽ ജാഹിലു, ഈ പടുവിഡ്ഢിയായ ഈ മിസ്കിൻ. ആരെ പറ്റിയായി പറയുന്നത്? 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ് റാസി ഇമാം പറയുന്നത് പടു ജാഹിൽ. കേൾക്കണം നിങ്ങൾ. ഇന്നമാ വഖഅ ഫി അംസാലി ഹാദിഹിൽ ഖുറാഫാത്തി, അദ്ദേഹം ഇത്തരം ഖുറാഫാത്തുകൾ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശദീകരിച്ച് പറയാം. അപ്പോൾ 3-ാം നൂറ്റാണ്ടുകാരനായ പ്രവാചകൻ ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നാമവിശേഷണം അള്ള പറഞ്ഞ മാതിരി പറയാം, അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. റാസി പറഞ്ഞത് ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കണം. അത് വ്യാഖ്യാനിക്കാത്തതിൻ്റെ പേരിലാണ് ഇബ്നു ഖുസൈമയെ റാസി കാഫിർ എന്നും ജാഹിൽ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ്, കിതാബ് ഷിർക്ക് എന്ന റാസി പറഞ്ഞിട്ടുണ്ട്. ഈ റാസി ഇമാമും അദ്ദേഹത്തിൻ്റെ അശ്അരി കാലഘട്ടത്തിൽ എഴുതിയതാണ് ഈ തഫ്സീർ. പിൽക്കാലത്ത് അദ്ദേഹം ഈ അശായിറത്തൊക്കെ വിട്ടിട്ട് അഹ്ലുസ് സുന്നയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം. ഇപ്പം സഹോദരന്മാർ, ഈ സമസ്ത മുസ്ലിയാക്കന്മാർ, അവർക്ക് അള്ളാഹുവിൻ്റെ നാമവിശേഷണം അള്ളാഹ് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് അവർക്ക് വിശ്വസിക്കണമെങ്കിൽ അവരെ തലക്ക് പിടിക്കണം. തലക്ക് പിടിക്കാഞ്ഞാൽ അവരതിന് വ്യാഖ്യാനിക്കും. ഞാനൊരു സമസ്ത മുസ്ലിയാർ, വെണ്ണക്കോട്ടുകാരൻ ഒരു ബഷീർ ഫൈസ് ഉണ്ട്, അദ്ദേഹം പറയുന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് കേട്ടാൽ നിങ്ങൾക്ക് തിരിബന്ധ ഈ സമസ്തൻ്റെ നിലപാട് കാരണം. തനിച്ച അക്കലാനികളാണ് സഹോദരൻ. അക്കലാനികളെന്നവർ നമ്മളെ വിളിക്കുക. അക്കലിനനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നവരായി ഇവർ. ബഷീർ ഫൈസി പറയട്ടെ. നബലുവക്കും എന്ന് പറയുന്നത് ഖലഖൽ മൗത വൽ ഹയാത ലിനബലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇത്തരം വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ, നബലുവ പോലത്തെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, റഹ്മാൻ എന്ന വാക്കിന് അർത്ഥം പറയുമ്പോൾ, റഹീം എന്ന വാക്കിന് അർത്ഥം പറയുമ്പോൾ, അഫുവുൻ എന്ന വാക്കിന് അർത്ഥം പറയുമ്പോൾ, അവിടെയൊക്കെ നമ്മുടെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് യോജിക്കുന്ന ശൈലിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊള്ളണം. അത് മുതശാബിഹായ വാക്കുകളാണ്. റഹ്മാൻ എന്ന വാക്കിന് അർത്ഥം വെച്ചാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഭൗതിക ലോകത്ത് നിഴമത്തുകൾ കൊടുക്കുന്നവൻ എന്ന അർത്ഥം പറയാതെ കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥം വെച്ചാൽ തെറ്റിപ്പോകും. കാരണം കരുണ എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ സഞ്ചാരമാണ് അല്ലേ? ഒരാൾക്ക് ഒരു ദരിദ്രനെ കണ്ട അവസരത്തിൽ മനസ്സിന് പെട്ടെന്നൊരു അലിവ് തോന്നിയാൽ അദ്ദേഹത്തിന്റെ നോർമൽ അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് മനസ്സ് ചേഞ്ച് ആയതാണ്. ഇതിനെയാണ് കരുണ എന്ന് പറയുന്നത്. ദേഷ്യം എന്ന് പറയുന്നതും കരുണ എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എബവ് ബിലോ സഞ്ചാരമാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, കരുണ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റഹ്മാൻ അർത്ഥം വെക്കും. എന്താ അർത്ഥം വെക്കണം? കരുണ എന്ന പദം ചേർക്കാതെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഭൗതിക ലോകത്ത് നിഴമത്ത് കൊടുക്കുന്ന ആസക്തി, ഇത് അള്ളാഹ്ക്ക് യോജിച്ചതാണ്. അഫുവുൻ അല്ലെങ്കിൽ ഗഫൂറുൻ എന്നൊക്കെ പറയുന്നിടത്തും മനസ്സിന്റെ വികാരങ്ങളാണ് എന്ന് തോന്നുന്ന, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന, തൗബ ചെയ്യുന്നവരോട് അല്ലാഹു തആല ഇഷ്ടം വെക്കാൻ പാടില്ല, യുഹിബ്ബു വെക്കാൻ പാടില്ല. മറിച്ച് അവിടെ യോജിച്ചു വേണം. എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടവും വെറുപ്പും എന്ന് പറയുന്ന രണ്ട് വികാരങ്ങളില്ല തന്നെ, അത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല. അപ്പൊ യുഹിബ്ബുവിന് അർത്ഥം എന്താ വെക്കുക? അവിടെ മുലായിമായ ഒരു അർത്ഥം വെക്കും. തൗബ ചെയ്ത ആളുകൾക്ക് യുസീബു, അവൻ കൂലി കൊടുക്കുന്നതാണ്. അത് അള്ളാഹ്ക്ക് യോജിക്കുന്ന കാര്യമാണ്. എന്താ ഇദ്ദേഹം പറയുന്നത്? യുഹിബ്ബു തവ്വാബീന, അള്ളാഹു തൗബ ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നു പറയാൻ പാടില്ല എന്നാ. അള്ളാഹു റഹ്മത്ത് ചെയ്യും, അള്ളാഹു കരുണ ചെയ്യുമെന്ന് പറയാൻ പാടില്ല. അപ്പം എന്താ പറയേണ്ടത്? ഈ ലോകത്ത് ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു വിവേചനമില്ലാതെ റഹ്മത്ത് ചെയ്യുന്ന പറയണം, കരുണ എന്ന് പറയാൻ പാടില്ല എന്നാ. കരുണയുടെ മനസ്സിൻ്റെ ഒരു മൂവിങ് ആണ്. അത് പടച്ചവന് പറ്റൂലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു പൊരുത്തപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ധാരാളം ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെല്ലാം ഈ ഖൗമ് വ്യാഖ്യാനിക്കുന്നത് ഈ അടിസ്ഥാനപരമായ 3 ഉസൂലുകൾ അവർ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. പ്രമാണങ്ങൾ ബുദ്ധിക്ക് എതിരായി വരുമ്പോൾ ബുദ്ധി അംഗീകരിച്ചിട്ട് പ്രമാണത്തിന് തള്ളിക്കളയാം. പിന്നെ മുത്തമാത്രാണെ തള്ളാൻ വയ്യല്ലോ. അതുകൊണ്ട് മുത്തമാത്രകളാണെങ്കിൽ അതിനവർ വ്യാഖ്യാനിക്കും.
ഇത് മഹാ അബദ്ധമാണ്. ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാടല്ല. ഇവർ പറയാറുള്ളത് ഞങ്ങളാ സുന്നത്ത് ജമാഅത്ത് എന്നാണ്. കർമ്മപരമായ കാര്യങ്ങളിൽ 4-1 മദ്ഹബും വിശ്വാസപരമായ കാര്യങ്ങൾ 2-1 തരീഖത്തും സ്വീകരിക്കണം. ആ 2-ൽപ്പെട്ട ഒരു തരീഖത്താണ് അശ്അരി തരീഖത്ത്. സഹോദരങ്ങളെ, ഇവർ കർമ്മപരമായ കാര്യങ്ങളിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കുന്നു. ഷാഫി ഇമാമിൻ്റെ അഖീദ ഇവർക്ക് വേണ്ട. അശ്അരി അഖീദ ഉണ്ടായത് 300-ലല്ലേ? ഷാഫി ഇമാം വഫാത്താതി 204. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയോ അഖീദ ഇവർക്ക് വേണ്ട. അവരുടെ കാലൊക്കെ കഴിഞ്ഞു പോയി. 260-ൽ ജനിച്ച് 40 കൊല്ലം മുഅ്തസിലിയായി ജീവിച്ച് പിന്നെ 300-ൽ അശ്അരിയത്ത് എന്ന് പറയുന്ന ഒരു മദ്ഹബ് തട്ടിക്കൂട്ടിയ അബുൽ ഹസൻ അശ്അരി ഇമാമിൻ്റെ മദ്ഹബ് അവർ സ്വീകരിക്കുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ റാസി ഇമാമിൻ്റെ കഥ പറഞ്ഞ മാതിരി അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അശ്അരിയത്ത് എന്ന മദ്ഹബ് വിട്ടിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ആ മടങ്ങിയതിൻ്റെ ശേഷം അദ്ദേഹം എഴുതിയ കിതാബാണ് ദിയാന, നുസൂൽ ദിയാന, അതുപോലെ മഖാലാത്തുൽ ഇസ്ലാമിയ തുടങ്ങിയിട്ടുള്ള കിതാബുകളൊക്കെ. അപ്പം സമസ്ത അശാഇറത്ത് പിഴച്ച പാർട്ടിയാണ്. പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയൊക്കെ തള്ളി അഖലനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ പറയുന്നവരാണ്. ഇവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാട് തള്ളിക്കളഞ്ഞവരാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ അത് വ്യാഖ്യാനിക്കാതെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ പറയുക. അതോടൊപ്പം അതിൻ്റെ കൈഫിയത്തിൻ്റെ ആകൃതി നമുക്കറിയില്ല. ആകൃതി അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വസ്തുവിൻ്റെ ആകൃതിയും അതിൻ്റെ വിശേഷണങ്ങളും മനസ്സിലാവണമെങ്കിൽ ആ വസ്തുവിനെ തിരിയണം. തിരിയാത്ത കാലത്തോളം ആ സിഫത്ത് നമുക്ക് തിരിയില്ല. അള്ളാഹുവിൻ്റെ ദാത്ത് ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളുടെ കൈഫിയത്ത്, ആകൃതി എങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. സമസ്ത ഈ നിലപാടിൽ നിന്ന് മാറി മുഅ്തസിലത്തിൻ്റെ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. അള്ളാഹു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.